തട്ടുകടയിലെല്ലാം കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൽമാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു മീഡിയം സൈസുള്ള 2 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വാടി വരുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കൻ ഒരു മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇനി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ചെറിയുള്ളിയും വലിയ ജീരകവും ചെറിയ ജീരകം കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ചതച്ച തേങ്ങേൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് 2 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇടിയപ്പത്തിനെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ നല്ലോണം മാവ് സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി കയ്യിൽ നല്ലോണം ഓയിൽ പുരട്ടിയതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ച മാവിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുളയാക്കി കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. കൈവെള്ളയിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് പരത്തിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ആവശ്യത്തിനുള്ള ഫില്ലിങ് നിറച്ചതിന് ശേഷം ഇതിൻ്റെ അരുകല്ലൊന്ന് ഇതുപോലെ കോട്ട് ചെയ്ത് കൊടുക്കുക. ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് കാണാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് പുറമെ കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈയിൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള മാവ് മുഴുവൻ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിൽ ഉണ്ടെങ്കിൽ ഒരു വാഴയില വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള കൽമാസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു 1-2 ബാച്ചായിട്ട് ഇത് ചെയ്തെടുക്കുക മുഴുവനും. ഇനി ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുക, ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. നമുക്ക് ഈ കൽമാസ് മുക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഓരോ കൽമാസും ഇതിൻ്റെ അകത്തുനിന്ന് മുക്കിയെടുത്തതിന് ശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാകാൻ വെക്കുക. അതിൻ്റെ അകത്ത് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തതിന് ശേഷം ഇത് എണ്ണേൻ്റെ അകത്തുനിന്ന് കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൽമാസി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഫുൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ.